പ്രൊജക്ട് വൈവ അറ്റൻഡ് ചെയ്ത് എങ്ങനെ നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും? എസ്പെഷ്യലി ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ജനറൽ ആയിട്ടൊരു സ്റ്റുഡന്റ് അറിയേണ്ട കാര്യങ്ങൾ വൈവയ്ക്ക് പോകുന്നതിനേക്കാൾ മുമ്പ്, അതുപോലെ തന്നെ പ്രൊജക്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, എങ്ങനെയാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടേ, ദെൻ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാകുമോ? നമ്മളിപ്പോ ഈ 4 സെമസ്റ്ററിലും ഒരുപാട് സബ്ജക്ട്സ് പഠിച്ചിട്ടുണ്ട്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ എൻറ്റയർ ഡീറ്റെയിൽസ് നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. So this is Kiran CS. Once again, welcome back to KCS classes. സോ പ്രൊജക്റ്റിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾ ഇത്ര സെമസ്റ്ററുകളൊക്കെ പഠിച്ച് പല സബ്ജക്റ്റുകളും പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് എടുക്കുന്നു, അതിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നിങ്ങൾ എടുക്കുന്നു, അതിനെ റിലേറ്റ് ചെയ്തിട്ട് 21 ഡേയ്സിന്റെ മിനിമം 21 ഡേയ്സിന്റെ ഒരു പ്രൊജക്ട് നിങ്ങൾ ചെയ്തു, സബ്മിറ്റ് ചെയ്തു. ഇനി അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു, അതിന് മറുപടി പറയാം. അത്രേ ഉള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ മാറ്റേണ്ട ഒരു കാര്യമില്ല. സോ റെഗുലർ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ കോളേജിൽ തന്നെ ഒരു പെർട്ടിക്കുലർ ഡേയിൽ ചെല്ലേണ്ടതായിട്ട് വരും, എക്സ്റ്റേണൽ വരുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവസാനിക്കുന്നു, അത്രേ ഉള്ളൂ. നേരെ മറിച്ച് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ ലേണിംഗ് സെന്ററിലായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. ലേണിംഗ് സെന്ററിൽ ഒരു 2 ദിവസമൊക്കെ ആയിട്ട് ആണ് നടക്കാൻ പോകുന്നത് നമ്മുടെ വൈവ. സോ ഓരോ ദിവസവും നിശ്ചിത സ്റ്റുഡൻസിനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ലേണിംഗ് സെന്ററിൽ. സോ നിങ്ങൾ ലേണിംഗ് സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അതനുസരിച്ച് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ആദ്യം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യം പറയേണ്ട ഒരു കാര്യം, വൈവയ്ക്ക് ഒരു 2 ടീച്ചേഴ്സിന്റെ ഒരു പാനലാണ് സാധാരണ ഉണ്ടാകാറ്. സോ അവരാണ് നമ്മുടെ അടുത്ത് പ്രൊജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതല്ലാണ്ട് നിങ്ങളെ വിറപ്പിക്കാനോ നിങ്ങളെ വെറുതെ കൺഫ്യൂസ്ഡ് ആക്കാനോ വന്നിരിക്കുന്നവരല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണോ അവർ വന്നിരിക്കുന്നത്. ദെൻ ചില സമയത്ത് ചില ടീച്ചേഴ്സൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ബട്ട് മെജോറിറ്റി എസ്പെഷ്യലി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് ഒക്കെ ആകുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കുക. ഓക്കെ, ദെൻ റെഗുലർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ പഠിച്ച ടീച്ചേഴ്സ് തന്നെ അവിടെ ഉണ്ടായിരിക്കും, നിങ്ങൾ കൂടുതൽ സപ്പോർട്ടൊക്കെ ചെയ്യും. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആകുമ്പോൾ അതിലൊരു മാറ്റം ഉണ്ടെങ്കിലും അവർക്കറിയാം നിങ്ങളിപ്പോൾ ജോലിയുടെ കൂടെ പഠിക്കുന്നവരായിരിക്കും, അതല്ലെങ്കിൽ ഇപ്പോൾ വേറെ കോഴ്സിൻ്റെ കൂടെ പഠിക്കുന്നവരുണ്ടായിരിക്കും, ചിലപ്പോൾ ഈ കോഴ്സിന് വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അവർക്ക് അറിയാം. അതനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുകയുള്ളൂ. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ രണ്ടാമതായിട്ട് പറയാനുള്ളത്, വൈവ എന്ന് പറയുമ്പോൾ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. സോ ഞാൻ എപ്പോഴും പറയും, ഇതൊരു മൈൻഡ് ഗെയിമാണ്. ചില കുട്ടികൾ നന്നായിട്ട് പ്രൊജക്റ്റൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനെ പറ്റിയുള്ള നല്ല നോളേജ് ഉണ്ടായിരിക്കും. ബട്ട് വൈവയ്ക്ക് എത്തുന്ന സമയത്ത് ആകെ പേടിയ, എന്ത് ചോദിച്ചാലും പ്രോപ്പറായിട്ട് പറയാൻ അറിയാത്തൊരു അവസ്ഥ. ആ കുട്ടി തന്നെ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് വർക്കായിരിക്കും. സോ മറുപടി പറയാൻ അറിയാണ്ടാകുമ്പോൾ അവന്റെ പെർഫോമൻസിനെ അത് ബാധിക്കുന്നു, മാർക്സ് കുറയുന്നത് പലപ്പോഴും കാണാറുണ്ട്. നേരെ മറിച്ച് ചില കുട്ടികള് പ്രൊജക്ട് ചിലപ്പോൾ ചെയ്തു വെച്ചുള്ളത് ചിലപ്പോൾ തട്ടിക്കൂട്ട് എന്തെങ്കിലും ആയിരിക്കും. ബട്ട് അവന്റെ പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ അത്രത്തോളം കോൺഫിഡന്റ് ആയിട്ടാണ് പറയാം. അപ്പോൾ ആ കോൺഫിഡൻസ് ലെവൽ കാണുമ്പോൾ പ്രൊജക്ട് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാർക്ക് കൂടുതലിടാൻ ഈ പറയുന്ന ടീച്ചേഴ്സിന് തോന്നും. അത് ആ പെർഫോമൻസ് ആണ്, കോൺഫിഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, ഇനി അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട. അതിൽ ചിലപ്പോൾ തെറ്റുകളുണ്ടാവും, ശരികളുണ്ടാവും. അതിനെ ഇനി പറ്റിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്താണെങ്കിലും വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് ഏറ്റവും വേണ്ടത് സമയത്തിന് അവിടെ എത്താം, മൈൻഡ് കൂളാക്കുക. സോ പങ്ക്ച്വാലിറ്റി, അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള. വൈവേ അല്ലേ, ആ ഒരു സമയത്തിന് എത്തിയാൽ മതിയില്ലേ എന്ന് വിചാരിച്ചിട്ട് ആകെ ഹറിബറി ആയിട്ട് വരും. അത് നിങ്ങളെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എക്സാമിന് പോകുമ്പോൾ ലേറ്റ് ആവാനേക്കാൾ പ്രശ്നമാണ് വൈവയ്ക്ക് ലേറ്റ് ആയിട്ട് എത്തിയാൽ. കാരണം ഹറിബറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ അത് നന്നായിട്ട് എഫക്ട് ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ പോലും പ്രോപ്പറായിട്ട് പറയാൻ കിട്ടില്ല. പല കുട്ടികളും പറഞ്ഞു കേട്ടില്ലേ, ഇന്റർവ്യൂവിനൊക്കെ പോയിട്ട് ആകെ കൊളാക്കി എന്നുള്ളത്. ആകെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിന്റെ കാര്യമാണ്. ബട്ട് ആ 10 മിനിറ്റ് 15 മിനിറ്റിന്റെ പെർഫോമൻസിന് മുമ്പ് നിങ്ങൾ നല്ല പീസ് ഓഫ് മൈൻഡിൽ ഇരിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇൻ ടൈമിൽ എത്താൻ ശ്രമിക്കുക. ഇൻ ടൈം എന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂറിന് മുമ്പ് എന്തായാലും ലേണിംഗ് സെന്ററിൽ എത്താം. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, വൈവയ്ക്ക് പോകുന്ന മിക്ക കുട്ടികളും ചെയ്യുന്നതാണ്,
നിങ്ങളെക്കാൾ മുമ്പ് വൈവ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന കുട്ടികളുടെ അടുത്ത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പാനൽ മെമ്പേഴ്സ് തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും പാനൽ മെമ്പേഴ്സ് ആയിരിക്കും അവരുടെ കയ്യിൽ നിന്ന് വൈവ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ ചോദിക്കും. എല്ലാവരുടെ അടുത്തും ചോദിക്കും വൈവ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളായിരിക്കും പറയാം. ചില ആൾക്കാർ പറയും നല്ല ബുദ്ധിമുട്ടായിരുന്നു, ചില ആൾക്കാർ പറയും നല്ല ഈസി ആയിരുന്നു, ഞാൻ പ്രതീക്ഷിച്ച പോലുള്ള ചോദ്യങ്ങളൊന്നും വന്നില്ല, ഈസി ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും അവരടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും പിന്നെ നിങ്ങൾ കയറാം. അത് ഏറ്റവും തെറ്റായുള്ള ഒരു കാര്യമാണ്. ചോദിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ബട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സ്റ്റുഡൻറ്റിനെ കാണുമ്പോൾ ആ ടീച്ചേഴ്സിന് തോന്നിയ ചോദ്യങ്ങൾ അവരപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും. ദെൻ പ്രൊജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ദെൻ ആ സ്റ്റുഡൻറ്റിനെ ഒന്നും പറയാനില്ല എന്നുള്ളത് ടീച്ചേഴ്സിന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ കാര്യമായിട്ട് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് നന്നായിട്ട് സംസാരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ സ്റ്റുഡൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അതുപോലെ തന്നെ ഈ പാനൽ മെമ്പേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ആ ഒരു സമയത്ത് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ചില പെക്യുലിയർ ടോപ്പിക്കുകൾ ആ ടീച്ചേഴ്സിൻ്റെ ഫേവറേറ്റ് ടോപ്പിക്സ് ആയിരിക്കും. അപ്പം ഇതൊക്കെ ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ കയറരുത്. നിങ്ങൾ ഇതിനേക്കാൾ മുമ്പ് കിട്ടിയിട്ടുള്ള ഒപ്പീനിയൻ എല്ലാവരുടെ അടുത്തും ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളാണെന്ന് വിചാരിച്ച് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ സിമ്പിളായിട്ടുള്ളതായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ നേരെ ഉൾട്ടയും ആവാം. അപ്പോൾ വെറുതെ വല്ലവരുടെ ഒപ്പീനിയൻ തലയിൽ വെച്ചിട്ട് കയറാൻ നിൽക്കരുത്. എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ബട്ട് അത് തന്നെ തലയിൽ കയറ്റിയിട്ട് അതിൻ്റെ ബേസിൽ കയറാൻ നിൽക്കരുത്. അവരുടെ പോലെ ആവണമെന്നേ ഇല്ല. ഓക്കെ, ഇനി വൈവ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വൈവ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ചിലപ്പോൾ ടീച്ചേഴ്സ് നിങ്ങളുടെ അടുത്ത് ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കും. ഇപ്പോൾ സ്ഥലം എവിടെയാണ്, ചിലപ്പോൾ പേര് കേട്ടിട്ടായിരിക്കാം, പല കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ ടോപ്പിക്കിന്റെ ബേസിലോ എന്തും ആവാം. ഇൻഫോർമൽ ആയിട്ടുള്ള ഇപ്പോൾ എൻ്റെ വീട് പറയാണ്, ഞാൻ കണിമംഗലത്താണെന്ന് പറയുകയാണെങ്കിൽ എനിക്കറിയാലോ കണിമംഗലം, അവിടെ ആരാണ് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അതിനൊക്കെ പ്രോപ്പറായിട്ട് ആ ഒരു ഇൻഫോർമൽ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുക. എത്രത്തോളം വൈവ് ഇൻഫോർമൽ ആയിട്ട് മാറുന്നുണ്ടോ അത്രത്തോളം ഈസിയസ്റ്റ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നേരെ മറിച്ച് ഇൻഫോർമൽ ആയിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളാകെ വെകിളി പിടിച്ച് അല്ലെങ്കിൽ വെപ്രാണത്തിൽ ഇരിക്കുകയാണെങ്കിൽ അവരത് നിർത്തും, നേരെ ഫോർമൽ കാര്യങ്ങളിലോട്ട് മാത്രം പോകുന്നുള്ളതാണ്. അപ്പോൾ അവർക്കാണെങ്കിലും ഇതൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ച് പോകണം തന്നെയായിരിക്കും. പിന്നെ കുട്ടികളുടെ അടുത്ത് നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം വരാം. സോ അതുകൊണ്ട് തന്നെ അവരെന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും അത് പ്രോപ്പറായിട്ട് കേട്ട് അതിന് ആൻസർ കൊടുക്കുക. ബി എ ഗുഡ് ലിസണർ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം. ഇനി കുട്ടികൾ നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ത് തരത്തിലുള്ള അപ്പിയറൻസ് ആണ് വേണ്ടത്? ഔട്ട്ഫിറ്റ് ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഫോർമൽ ഔട്ട്ഫിറ്റ്, അതിനെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ആൺകുട്ടികളാണെങ്കിൽ ഇൻസെർട്ടൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പന്മാരായിട്ട് പോവാം, പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള നല്ല ഡ്രസ്സ് ഇട്ട് പോവാം. അതല്ലാണ്ട് ഡ്രസ്സ് ഇട്ടതിൻ്റെ ബേസിൽ മാർക്ക് കൂടോ കുറയൊന്നുമില്ല. നല്ല ഔട്ട്ഫിറ്റിൽ പോവുകയാണെങ്കിൽ ഫോർമൽ അപ്പിയറൻസ് ആണെങ്കിൽ കുട്ടികളെ കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കും, ഇവൻ ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇംപ്രഷൻ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഒരു ഫോർമൽ അപ്പിയറൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ജനറൽ ആയിട്ട് പറയാനുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വൈവയ്ക്ക് കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ടീച്ചേഴ്സ് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടായിരിക്കും സംസാരിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുത്, അല്ലെങ്കിൽ താഴെ നോക്കിയിരിക്കരുത്. മിക്ക കുട്ടികളും ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ടീച്ചേഴ്സ് അവിടെ എത്തി, ചിലപ്പോൾ ടീച്ചർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കേണ്ടായിരിക്കും. ആ സമയത്ത് കുട്ടികൾ താഴെ നോക്കിയിരിക്കും, കാലിങ്ങനെ ആട്ടി ചെയ്യരുത്. അവർ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ നോക്കിയിരുന്നോ? മനസ്സിലായോ? അപ്പോൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ടീച്ചേഴ്സിന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ നിങ്ങൾ പഠിക്കണം. അത് ഇപ്പം മാത്രമല്ല, ഫ്യൂച്ചറിലാണെങ്കിലും നിങ്ങൾക്കൊരു ജോലി കിട്ടുകയാണെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലും ഐ കോണ്ടാക്ട് ആണ് കോൺഫിഡൻസ് ലെവൽ ഒരു കുട്ടിയുടെ തീരുമാനിക്കുന്നത്. അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഐ കോണ്ടാക്ടിന്റെ കൂടെ തന്നെ പറയാനുള്ളതാണ് സ്മൈലി ഫേസ്. ഒരു കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ തീരുമാനിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് എന്ത്? ചിരിച്ചുകൊണ്ട് പ്രസന്റ് ചെയ്യുക. ഉള്ളിൽ നിങ്ങൾക്ക് ടെൻഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ചിരിച്ചാൽ, ആർട്ടിഫിഷ്യൽ അല്ല നാച്ചുറൽ ആയിട്ട് ഒന്ന് ചിരിക്കാൻ ട്രൈ ചെയ്യുക. ആവശ്യമില്ലാണ്ട് ചിരിക്കലല്ല, സ്മൈലി ഫേസോട് കൂടിയിട്ട് എന്തും പറയാൻ ശ്രമിക്കുക. പേടിയില്ലാണ്ടാകണമെങ്കിൽ ഏറ്റവും വേണ്ടത് എന്താ? പുറമെ
ഒരു സിമ്പിൾ ചിരിയോടുകൂടി എന്തും പറയാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ചിരിച്ച മുഖം കാണുമ്പോൾ തന്നെ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെ വരല്ലോ. പേടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ടീച്ചേഴ്സിനുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ അടുത്ത് അത് ചോദിക്കാലോ ഇത് ചോദിക്കാലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ചോദിക്കില്ല. അപ്പോൾ അത് നിങ്ങളെ തന്നെയാണ് ബാധിക്കുക. അപ്പോൾ സ്മൈലി ഫേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിർബന്ധമായും ട്രൈ ചെയ്യുക കേട്ടോ. ഇനി വൈവ എന്ന് പറയുമ്പോൾ ഒരു ഫോമൽ പരിപാടിയാണ്. ഒരു ഇന്റർവ്യൂവിന്, ജോബ് ഇന്റർവ്യൂവിന് പോകുന്ന അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ നിർബന്ധമായും എന്ത് ചെയ്യുന്നേക്കാൾ മുമ്പ് പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈവയുടെ ഹോളിലോട്ട് കയറിനേക്കാൾ മുമ്പ് പെർമിഷൻ ചോദിക്കുക, ഇരിക്കുന്നേക്കാൾ മുമ്പ് പെർമിഷൻ ചോദിക്കുക. ഓക്കെ, എന്ത് കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ല, അവരെന്തെങ്കിലും ചോദിച്ചു, ടീച്ചേഴ്സ് ചോദിച്ചു, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കേട്ടില്ലെങ്കിൽ നിങ്ങൾ വായ തുറന്ന് ചോദിക്കുക. അല്ലാണ്ട് പ്രോപ്പറായിട്ട് കേൾക്കാണ്ട് തെറ്റായിട്ട് ഒരു റിപ്ലൈ കൊടുക്കരുത്. പലരും പ്രോപ്പറായിട്ട് കേൾക്കാണ്ട് ആവശ്യമില്ലാത്ത മറുപടികൾ പറയുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് പറയും ഞാൻ ഇതല്ല ചോദിച്ചേ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം റിപ്ലൈ കൊടുക്കുക. ഓക്കെ, ഇനി വൈവയ്ക്ക് പോകുമ്പോൾ നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ വേണ്ട കാര്യങ്ങളുണ്ട്. ഹോൾ ടിക്കറ്റ് വേണം, അതുപോലെ തന്നെ ID കാർഡ്, നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ വെക്കുന്ന കാര്യങ്ങൾ കയ്യിൽ വേണം. ദെൻ പെന്ന് നിർബന്ധമായും കൊണ്ടുപോകണം. ദെൻ പ്രൊജക്റ്റ്, ഇത്ര കാര്യങ്ങൾ എന്തായാലും വേണം. പലരും പെന്നെടുക്കാണ്ട് ആ പ്രൊജക്റ്റ് മാത്രം പിടിച്ചു പോകും. ഓക്കെ, അപ്പോൾ പെന്ന് നിർബന്ധമായും വേണ്ടതാണ്. കയറി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ സൈൻ ചെയ്യിപ്പിക്കും. അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വൈവയ്ക്ക് പോകുമ്പോൾ വേണ്ട കാര്യങ്ങൾ കയ്യിലുണ്ടായിരിക്കണം, ഒന്നും മറക്കരുത്. സോ ഇതുവരെ നമ്മൾ പറഞ്ഞത് ജനറൽ ആയിട്ട് വൈവേനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇനിയാണ് നമ്മുടെ പ്രൊജക്ട് വൈവ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വൈവ ഹോളിലോട്ട് എത്തിച്ചേരുന്നു. നിങ്ങളുടെ അടുത്ത ടീച്ചേഴ്സ് ഇരിക്കാൻ പറയുന്നു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നിർബന്ധമായും വിഷ് ചെയ്തിരിക്കണം, ഗുഡ് മോർണിംഗ് പറയണു, ചിരിച്ച് നിങ്ങൾ അവിടെ ഇരിക്കണു. അതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊജക്ട് ടീച്ചേഴ്സിന് കൊടുക്കുകയാണ്. ടീച്ചേഴ്സ്, ഏതെങ്കിലും ഒരു ടീച്ചർ നിങ്ങളുടെ പ്രൊജക്ട് നോക്കി പതുക്കെ മറച്ചു തുടങ്ങും. ഇതാണ് ആദ്യം നടക്കാൻ പോകുന്ന കാര്യം. നിങ്ങളുടെ അടുത്ത് സൈൻ ചെയ്യാൻ പറയും. ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് സൈൻ ചെയ്യണം. അതിനുശേഷം അവർ പ്രൊജക്ട് മറച്ചു തുടങ്ങും. ദെൻ ആദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. നിർബന്ധമായും നല്ല രീതിയിൽ നിങ്ങളത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വൈവ പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയും നിങ്ങൾ നിർബന്ധമായും പരമാവധി ഇംഗ്ലീഷിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അടുത്ത് മലയാളത്തിലുള്ള ചോദ്യങ്ങൾ ടീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ മാത്രം മലയാളത്തിൽ പോവുക. പരമാവധി ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തീരെ കോൺഫിഡൻസ് ഇല്ല എങ്കിൽ മാത്രം മലയാളത്തിലോട്ട് പോവുക. ഓക്കെ, ഇത് ഫോമലായിട്ടുള്ളൊരു പരിപാടിയല്ല, അതുകൊണ്ട് ഇംഗ്ലീഷിൽ പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾ എവിടെയാണ് പഠിച്ചത്, ദെൻ നിങ്ങളിപ്പോൾ ജോലി ചെയ്തിട്ടാണോ പഠിക്കുന്നത്, വല്ല പ്രൊഫഷണൽ കോഴ്സിൻ്റെ കൂടെയാണോ പഠിക്കുന്നത്, അതല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന് മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവാണ്. ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആരാവാനാണ് താല്പര്യം? അക്കൗണ്ടൻ്റ് ആണോ, ബാങ്കിലേക്കുള്ള ജോബാണോ? അപ്പോൾ എന്താണ് നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവ് എന്നുള്ളത് മെയിനായിട്ട് എടുത്തു പറഞ്ഞതുകൊണ്ട് വേണം നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കാൻ. അപ്പോൾ അത് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. അത് കേൾക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് കുട്ടി എങ്ങനെ ഉണ്ടെന്നുള്ളൊരു ഐഡിയ ലഭിക്കും. ദെൻ അതിന് ശേഷമാണ് നമ്മുടെ മെയിൻ കാര്യത്തിലോട്ട് കിടക്കുന്നത്. ടീച്ചേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയും എക്സ്പ്ലെയിൻ സംതിങ് അബൌട്ട് യുവർ പ്രൊജക്ട്. പ്രൊജക്റ്റിനെ പറ്റിയിട്ട് പറയാൻ പറയും. അപ്പോൾ എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യേണ്ടത്? സോ നമ്പർ 1, എന്താണ് നിങ്ങളുടെ പ്രൊജക്ട് ടൈറ്റിൽ എങ്കിൽ ആദ്യം അത് പറയാം. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം ആണ്. ടൈറ്റിൽ പറഞ്ഞ് നെക്സ്റ്റ് നിങ്ങൾ പറയേണ്ടത് റിസർച്ച് പ്രോബ്ലം ആണ്. ഇതാണ് എൻ്റെ ടൈറ്റില്. എൻ്റെ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ് എങ്കിൽ നിങ്ങൾ റിസർച്ച് പ്രോബ്ലത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യുക. അതിലത്തെ കോർ ഏരിയ, ആ ഒരു പ്രോബ്ലത്തിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് അതിൻ്റെ കൂടെ പറയേണ്ടത്. ടൈറ്റിൽ പറയുന്നു, പ്രോബ്ലം പറയുന്നു. പ്രോബ്ലം ആണൊരു റിസർച്ചിന്റെ മെയിൻ ഏരിയ. അപ്പോൾ പ്രോബ്ലം പറയുന്നു, ആ പ്രോബ്ലത്തിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് പറയുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അനലൈസ് ദ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഓഫ് വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ഇതാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഇതാണ്. ദെൻ ഈ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള മെത്തഡോളജി ഏരിയാസിലോട്ടാണ് നെക്സ്റ്റ് പോകേണ്ടത്. സോ നമ്മുടെ പോപ്പുലേഷൻ ഏതാണ്,
നമ്മൾ ഏത് സാമ്പിളിംഗ് ടെക്നിക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അനാലിസിസ് നടത്തിയിട്ടുള്ളത്, സോഫ്റ്റ്വെയർ ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, SPSS ഉണ്ടെങ്കിൽ അതല്ല മറ്റുള്ള അനാലിസിസ് ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മെത്തഡോളജിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, അത് പറയാം. ഓക്കെ, അപ്പോൾ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. നമ്പർ 1 ടൈറ്റിൽ, പ്രോബ്ലം, ഒബ്ജക്റ്റീവ്, മെത്തഡോളജി. ഇതിന് ശേഷം അനാലിസിസിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ ഫൈൻഡിങ്സും സജഷൻസും ആണ് ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കണ്ടേ. നിങ്ങൾ ഫൈൻഡിങ്സിൽ വെച്ചിട്ടുള്ള പോയിന്റ്സ്, നിങ്ങളുടെ സജഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പ്രൊജക്റ്റിനെ പഠിക്കേണ്ടത്. ടീച്ചേഴ്സ് പ്രൊജക്റ്റ് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ ഏരിയാസിലൂടെ ആയിരിക്കും മെയിനായിട്ട് പോകുക. സോ ടൈറ്റിൽ പറഞ്ഞ് പ്രോബ്ലത്തിലൂടെ പോയി, ഒബ്ജക്റ്റീവ്സ്, ദെൻ മെത്തഡോളജി, ദെൻ ഫൈൻഡിങ്സ്, സജഷൻസ്. ഇത്രയാണ് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. ഇത് മുഴുവൻ നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ പറയാൻ സാധിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ പ്രോബ്ലം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ടീച്ചേഴ്സ് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കും. എന്തുകൊണ്ട് ഇത് വെച്ചു, എന്തുകൊണ്ട് ഇത് വെച്ചു എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിന് മറുപടി പറയാം. ദെൻ അപ്പോൾ അവർ അതിനുശേഷം നിങ്ങൾ മറുപടി പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറയും. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ചിലപ്പോൾ അതല്ലാതെ കണ്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഡൗട്ട് വരാണെങ്കിൽ ചിലപ്പോൾ ആ ചോദ്യങ്ങൾ അവർ ചോദിക്കും, അതിന് പ്രോപ്പറായിട്ടുള്ള ആൻസർ കൊടുക്കുക. എന്താണെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഓർഡർ എന്ന് പറയുന്നത് ഇതാണ്. പ്രൊജക്റ്റിനെ റിലേറ്റ് ചെയ്തുള്ള ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾ നിർബന്ധമായും മറുപടി പറയണം. എന്നാലും ഈ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കുക. ഇതാണ് ടീച്ചേഴ്സിന് മെയിനായിട്ട് അറിയേണ്ടത്. ഓക്കെ, ഓരോരുത്തരുടെയും പ്രൊജക്റ്റ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക എന്നുള്ള ആ ചോദ്യത്തിനല്ല പ്രസക്തി. ഈ കാര്യങ്ങളാണ് മിക്കതും അവർ എടുത്ത് ചോദിക്കുക. ഒബ്ജക്റ്റീവ്സ്, മെത്തഡോളജി, ഫൈൻഡിങ്സ്, സജഷൻസ്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കണമെങ്കിൽ. അപ്പോൾ ഇതിനൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാത്തിനും ആൻസർ ചെയ്യാൻ സാധിക്കണമെന്നില്ല. ഏതെങ്കിലും കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് എങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യന്മാരാണ്, എല്ലാതും ഓർത്തു വയ്ക്കാൻ പറ്റണമെന്നില്ല. ടെൻഷൻ കൊണ്ട് എന്തെങ്കിലും മറന്നുപോയാലും അറിയില്ല എങ്കിൽ നോ എന്ന് തന്നെ പറയാം. അവിടെ തപ്പിപ്പിടിക്കരുത്. നോ എന്ന് പറയുന്നത് അടക്കം കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. എന്ന് വെച്ചാൽ എല്ലാത്തിനും നോ കയറി പറയരുത്. പരമാവധി എല്ലാത്തിനും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അറിയാത്തതിന് നോ എന്ന് തന്നെ പറയാം. ദെൻ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫൈനലി നിങ്ങളുടെ അടുത്ത് കൺക്ലൂഡ് ചെയ്യാൻ പറയും. അപ്പോൾ കൺക്ലൂഷനിൽ നിങ്ങൾ പ്രൊജക്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് സമ്മപ്പ് ചെയ്ത് പറയാണ് അവസാനം വേണ്ടേ. ഓക്കെ, അതിൽ നിങ്ങൾ ഇനി ഫ്യൂച്ചർ ഈ ഒരു ടൈറ്റിലിനുള്ള സ്കോപ്പ്, ഫർദർ റിസർച്ചിനുള്ള സ്കോപ്പൊക്കെ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് പ്രൊജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകേണ്ടത്. ഇനി ഈ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഫേവറേറ്റ് സബ്ജക്റ്റ് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ പ്രൊജക്റ്റിന്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പ്രൊജക്ട് വൈവിയാണ്. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ടീച്ചേഴ്സ് ഫേവറേറ്റ് സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം. നിങ്ങളിപ്പോൾ 2 വർഷമായിട്ട് ഈ കോഴ്സ് പഠിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഇതാണ്. ദെൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ നിർബന്ധമായും ആൻസർ ചെയ്യണം എന്നുള്ളതാണ്. കൂടുതൽ പ്രൊജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ മറ്റൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, ഇപ്പോൾ ടീച്ചേഴ്സ് ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റണം. ഒന്നുകിൽ ഇത് എൻ്റെ ഫേവറേറ്റ് ഏരിയ ആണ്, അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഈ പറയുന്ന പ്രൊജക്റ്റ് ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പം എൻ്റെ കൺവീനിയൻസും കൂടിയും ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ടൈറ്റിൽ എടുത്തത് എന്നുള്ളൊരു വ്യക്തത നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആരും പേടിക്കേണ്ടതില്ല. നിങ്ങൾ വൈവ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾ പാസ്സായിരിക്കും. ദെൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ 3 മണിക്കൂറിൻ്റെ എക്സാം എഴുതി മേടിക്കുന്നതിനേക്കാൾ നല്ല മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സാധാരണയായിട്ട് വൈവ അറ്റൻഡ് ചെയ്താൽ തന്നെ കുട്ടികളെയൊക്കെ പാസ്സാക്കി വിടാറുണ്ട്. ആരും അങ്ങനെ തോൽപ്പിക്കാറില്ല. അപ്പോൾ വൈവയിൽ തോൽക്കോ എന്നുള്ളത് ആരും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അറ്റൻഡ് ചെയ്തത് തന്നെ നിങ്ങൾക്ക് പാസ് മാർക്ക് ലഭിക്കും എന്നുള്ളതാണ്. ബട്ട് നമുക്ക് ഹൈ മാർക്സ് അല്ലേ വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇനി കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലൈവ് സെഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.